നടപടികൾ ഇതിനിടയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ പ്രതിക്കെതിരെ ICSK അന്വേഷണത്തിൽ ഇതെന്ത് നീതിയാ സാറേ എന്ന് ആ അമ്മ കരയുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുന്നത് എങ്ങനെയാണ്? കുറ്റവാളി ഇയാൾ അല്ലെങ്കിൽ പിന്നെ ആരാണ്? 2.5 കൊല്ലം പോലീസ് എന്തിനീ പൊറാട്ട് നാടകം കളിച്ചു? കോടതിയിൽ അലറി വിളിച്ച ആ അമ്മയുടെ ദീനരോധനം മാധ്യമങ്ങളിൽ പറഞ്ഞതുപോലെ നാടകീയമായ ഒന്നായിരുന്നില്ല. കേരളത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്താൽ ഇത്രയൊക്കെ ശിക്ഷയേ ഉള്ളോ എന്ന ഒരു ചോദ്യവും ഉണ്ടാകുന്നുണ്ട്. ആ അമ്മ ചോദിക്കുന്നതിന് മറുപടി ആര് നൽകും? നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തുന്നു. ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നത് പറയുന്നത് ഞാനല്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരാളെ പിടികൂടുന്നു. എന്നാൽ അയാൾ പ്രതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അയാളെ വെറുതെ വിടുന്നു. ഇവിടെ പിഴച്ചത് പോലീസിന് തന്നെയാണെന്ന് വ്യക്തമായ ഒരു കാര്യമാണ്. 2021 ജൂൺ 30-നാണ് ചുരുക്കുളം എസ്റ്റേറ്റിലെ മുറിക്കുള്ളിൽ 6 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരണപ്പെട്ടതാകാമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ സംഗതി ആകെ മാറുകയാണ്. പോലീസ് അന്വേഷണത്തിൽ സമീപവാസി കൂടിയായ അർജുൻ എന്ന യുവാവ് പിടിയിലാവുകയാണ്. വണ്ടിപ്പെരിയാർ CI ആയിരുന്ന TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുന്നത്. പ്രതിക്കെതിരെ ബലാത്സംഗം, കൊലപാതകം, പ്രകൃതി വിരുദ്ധ പീഡനം ഉൾപ്പെടെ വിവിധ പോക്സോ വകുപ്പുകളും ചുമത്തിയിരുന്നു. എന്നാൽ ഈ വകുപ്പുകൾ തെളിയിക്കാൻ മാത്രം പോലീസിനായിട്ടില്ല. ശാസ്ത്രീയമായ ഒരു നടപടിയും പൂർത്തിയാക്കാത്തതിനാൽ പ്രതിയെ കോടതി വെറുതെ വിടുകയായിരുന്നു. ഇവിടെ കോടതിക്ക് മേലെയോ വിധി പ്രസ്താവിച്ച ജഡ്ജിക്ക് മേലെയോ നാം ആക്രോശം കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല. കേസ് കേട്ട കോടതിയും പോലീസിന്റെ ഗുരുതര വീഴ്ചയ്ക്കെതിരെ ശക്തമായ വിരൽ ചൂണ്ടുന്നുണ്ട്. അതേസമയം പ്രതിയെ വിട്ടയക്കാൻ ഉത്തരവിട്ടതിനോടൊപ്പം കേസിൽ പുനരന്വേഷണവും വിചാരണയും വേണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രതിയുടെ രാഷ്ട്രീയ ബന്ധവും സ്വാധീനവുമാണ് ശുഷ്കാന്തിയോടെ കേസ് കൈകാര്യം ചെയ്യാൻ പോലീസിന് തടസ്സമായതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. 6 വയസ്സുള്ള കുഞ്ഞ് പിച്ചു ചീന്തപ്പെട്ട് ദാരുണമാം വിധം മൃത്യുവിനിരയായ കേസായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച വീഴ്ചകൾ പ്രോസിക്യൂഷന്റെ ശ്രദ്ധയിലും പെട്ടില്ല എന്നിടത്താണ് ദുരൂഹതയേറുന്നത്. സാധു കുടുംബത്തിലെ കുട്ടിയായതിനാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന അലസ സമീപനവും പ്രതിയുടെ രക്ഷയ്ക്ക് വഴിയൊരുക്കിയിരിക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ നേരിടാൻ നമുക്ക് അതിശക്തമായ നിയമമുള്ളപ്പോഴാണ് നിയമ നീതി സംവിധാനങ്ങൾ ആകമാനം പരിഹസിക്കുന്ന ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരിക്കുന്നത്. ഇത്രത്തോളം അനാസ്ഥമായി പ്രവർത്തിച്ച പോലീസ് ആരെയാണ് സംരക്ഷിക്കാൻ നോക്കിയത്? പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന് അർജുൻ സമ്മതിച്ചെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. പീഡനത്തിന്റെ കുട്ടി ബോധരഹിതയായെന്നും ഇതോടെ കെട്ടിത്തൂക്കിയെന്നും പ്രതി പറഞ്ഞതായി പോലീസ് അറിയിക്കുകയും ചെയ്തു. പോലീസ് അശ്ലീല ചിത്രങ്ങൾക്ക് അടിമയാണ് പ്രതിയെന്നും 3 വർഷത്തോളമായി പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും തെളിയിക്കാൻ പോലീസിനായില്ല എന്നതാണ് സത്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബാലിശമായി തോന്നിയ ഒരു കാര്യം, കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പ്രതിയുടെ ഒരു ഫിംഗർ പ്രിന്റ് പോലും പോലീസിന് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഫിംഗർ പ്രിന്റ് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് പോലീസ് ഇതിന് മറുപടിയായി പറഞ്ഞത്. ഇത് ബാലിശമല്ലാതെ മറ്റെന്താണ്? പോലീസ് പ്രതിയെ മനഃപൂർവ്വമോ അല്ലാതെയോ രക്ഷപ്പെടാൻ സഹായിക്കുകയാണ് ചെയ്തത്. അത് വ്യക്തവുമാണ്. ഇനി ഈ വിഷയത്തിൽ കോടതി കണ്ടെത്തിയ പോലീസിന്റെ വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതി കണ്ടെത്തിയത്. തൂങ്ങി മരണം റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ സ്ഥലത്ത് നിന്ന് രക്തം പോലെ അല്ലെങ്കിൽ കേസ് തെളിയിക്കാൻ ആവശ്യമായ എന്തെങ്കിലും കണ്ടെത്താൻ പോലീസ് ശ്രദ്ധിക്കുകയോ ശ്രമിക്കുകയോ അത്തരം കാര്യങ്ങൾ അന്വേഷണ രേഖകളിൽ ചേർക്കുകയോ ചെയ്തിട്ടില്ല. സംഭവത്തിന്റെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് പരാജയപ്പെടുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ സീൽ ചെയ്തില്ല എന്നത് മറ്റൊരു വളരെ ഗുരുതരമായ ആരോപണമാണ്. വിരലടയാള വിദഗ്ധർ പരിശോധിക്കാൻ നിയോഗിച്ചില്ല. ഇതെന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിരലടയാളം ലഭിക്കാനുള്ള സാധ്യതയില്ലെന്നാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒഴിഞ്ഞു മാറുന്നത്. അന്വേഷണത്തിൽ ഉടനീളം അലസത കാട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തെളിവുകൾ ശേഖരിക്കുന്നതിന് ശാസ്ത്രീയമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അശാസ്ത്രീയമായ രീതിയായിരുന്നു പിന്തുടർന്നത്. ഇത് തെളിവ് ശേഖരണത്തെ ബാധിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വീഴ്ചകൾ വരുത്തി പോലീസ് ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഒരു 6 വയസ്സുകാരുടെ ജീവന് യാതൊരു വിലയുമില്ലേ? ഇനി മറ്റൊരു കാര്യം, പ്രതിഭാഗം വക്കീൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളാണ്. അതുകൂടി നമുക്കൊന്ന് കാണാം. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ക്ലിയറായി ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാളെ ഫിക്സ് ചെയ്യുകയും അയാളുടെ മേൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റും ചേർന്ന് നിങ്ങൾ നോക്കി ആ തെളിവുകൾ പരിശോധിച്ചാൽ തന്നെ അറിയാം. സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റും ചേർന്ന് അയാളുടെ തലയിലേക്ക് പല തരത്തിലുള്ള കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുകയും കള്ളസാക്ഷികളെ ഫിറ്റ് ചെയ്യുകയും ചെയ്ത ഒരു ക്ലിയർ കേസാണ്.
അന്ന് പക്ഷേ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം DYFI നേതാവ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് ആഘോഷിച്ചു. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. പക്ഷേ നമ്മൾ ഈ വാർത്തയുടെ പിന്നിലോട്ട് പോയാലുള്ള സത്യം മനസ്സിലാക്കുന്ന കോടതി വിധി വരുമ്പോഴാണ്. ഇവിടെ കോടതി നീതി നടപ്പിലാക്കി കഴിഞ്ഞു. കോടതി വളരെ വ്യക്തമായി, നിങ്ങൾക്കറിയാം, ഭൂരിപക്ഷം കേസുകളിൽ ഈവൻ ട്രയൽ കോടതികൾ പോലും മോറൽ കൺവിക്ഷനാണ്. പക്ഷേ ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ കേസിൽ വളരെ ക്ലിയറായി കോടതി നീതി നടപ്പിലാക്കിയിരിക്കുന്ന എല്ലാ തെളിവുകളും ഇഴകീറി പരിശോധിച്ചാണ് കോടതി ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത് എന്നും വ്യക്തമാണ്. എന്ത് തെളിവാണ് പോലീസിനുള്ളത്? അവൻ DYFI നേതാവാണെന്നോ? അതാണോ തെളിവ്? അതായിരുന്നോ തെളിവ്? അതായിരുന്നല്ലോ പോലീസിൻ്റെ മെയിൻ ക്യാച്ച് വേർഡ് ഈ കേസിൽ മെയിനായിട്ട്. പിന്നെ പോലീസ് പറഞ്ഞു എന്തോ ശാസ്ത്രീയ തെളിവുകളുണ്ട്. യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യാണ്. യഥാർത്ഥ പ്രതി എവിടെ പോയി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ. ഞങ്ങളിതിൽ റീഇൻവെസ്റ്റിഗേഷൻ മറ്റുകാരണം ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ ഒരു ബൈറ്റ് കൂടി കാണുമ്പോൾ ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്. ഇയാളല്ല പ്രതിയെങ്കിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്ന് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പ്രതി പോലീസിന് കാര്യങ്ങൾ വിശദീകരിക്കുന്നതും വാർത്താ മാധ്യമങ്ങളുടെ എല്ലാ ഈ കാഴ്ചകളും നാം കണ്ടതാണ്. അപ്പോൾ അന്ന് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതും കുറ്റം സമ്മതിച്ചതും എന്തിനു വേണ്ടിയിട്ട്? ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത് ഇപ്പോഴും. ഇനി ഇയാളല്ല പ്രതിയെങ്കിൽ അതും പോലീസിൻ്റെ വീഴ്ച തന്നെയല്ലേ? ഒരു നിരപരാധിയെ എന്തിന് ഇത്രയും കൊല്ലം ജയിലിലടച്ചു എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഉയരുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ ഈ നിയമസംഹിതയിൽ പറയുന്നത്, അല്ലെങ്കിൽ അതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ ഇയാൾ കുറ്റക്കാരനല്ല എങ്കിൽ, ഇപ്പോൾ കോടതി കണ്ടെത്തിയതുപോലെ അയാൾ പ്രതിയല്ല എന്ന് കാണുകയാണെങ്കിൽ എന്തുകൊണ്ട് പോലീസ് മറ്റ് പ്രതികളിലേക്ക് അല്ലെങ്കിൽ മറ്റ് അന്വേഷണങ്ങളിലേക്ക് പോയില്ല? ഇയാൾ കുറ്റക്കാരൻ തന്നെയാണെന്ന് ആവർത്തിച്ച് പോലീസ് ഇപ്പോഴും പറയുമ്പോഴും ഇതിന് പിന്നിലെ സത്യം കണ്ടെത്താൻ പോലീസ് എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും ബാലിശമായ വാദഗതികൾ നിരത്തിക്കൊണ്ട് അശാസ്ത്രീയമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എന്തിനീ പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് കേരള സമൂഹം ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആ അമ്മയും ചോദിച്ചത്.